ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നിങ്ങൾക്കൊരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ വേറൊരാളുണ്ടായിരിക്കും. ചിലപ്പോൾ സുഹൃത്തായിരിക്കും, ചിലപ്പോൾ ബെസ്റ്റി ആയിരിക്കും. അവരുമായിട്ട് അവർ മിങ്കിൾ ചെയ്യുന്നതും ഒക്കെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ അത്രത്തോളം ഇഷ്ടം ഉണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അവരോട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അവരോട് ഇഷ്ടം തോന്നുമോ, നമ്മൾ ഒഴിവാക്കിയിട്ട് അവരുടെ കൂടെ പോവുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഇത് സ്വാഭാവികമാണ്, ഇതൊരു പ്രശ്നമല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് പല റിലേഷൻഷിപ്പിലും വില്ലനായിട്ട് വരാറുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കംപ്ലീറ്റ് സൊല്യൂഷനാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ടോപ്പിക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഞാൻ പറയുന്നത്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രെയർ അല്ലെങ്കിൽ ഒരു അഫർമേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് കൃത്യമായിട്ട് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയം, ഈ രാത്രി എന്ന് പറയുമ്പോൾ പല ആളുകളും ഒരു 8 മണി അല്ലെങ്കിൽ 9 മണിയാവുമ്പോൾ തന്നെ ചെയ്യും. ചിലപ്പോൾ 10 മണിക്കായിരിക്കും കിടന്നുറങ്ങുന്നുണ്ടാവുക. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയം, ഏറ്റവും ലാസ്റ്റ് മൊമെന്റ്. ഇത് കഴിഞ്ഞാൽ നേരെ കിടക്കണം. ഓക്കെ, ഉറക്കം ചിലപ്പോൾ 5-10 മിനിറ്റ് നമ്മൾ കിടന്നിട്ടായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക. ഇത് കഴിഞ്ഞിട്ട് മൊബൈൽ ഫോൺ എടുത്ത് വീണ്ടും റീൽസ് കാണുക, ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും നിൽക്കരുത്. ഏറ്റവും ഫൈനൽ ആക്ടിവിറ്റി ഇതായിരിക്കണം. ആ പറയേണ്ട പ്രെയർ അല്ലെങ്കിൽ ആ ഒരു അഫർമേഷൻ നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ തേർഡ് പേഴ്സൺ അവരെ വിട്ടുപോകും. അവരുമായിട്ട് ഈവൻ പരിചയമുണ്ടെങ്കിൽ കൂടി അല്ലെങ്കിൽ പരസ്പരം കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് അവരോടൊരു ലവ് റിലേഷൻഷിപ്പ് ഒരിക്കലും തോന്നത്തില്ല. ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട, ഇത് ചെയ്താൽ മതി. അപ്പം നോട്ട് ചെയ്തോളൂ, പറഞ്ഞുതരാം. തേർഡ് പേഴ്സന്റെ പ്രലോഭനത്തിൽ വീഴാതെ എൻ്റെയും ചിത്രയുടെയും ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷമുള്ളവനും നന്ദിയുള്ളവനുമാണ് എന്നുള്ളതാണ് ആ ഒരു പ്രെയർ. അപ്പം അതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിത്ര എന്നുള്ള പേര് മാറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചിലപ്പോൾ പുരുഷന്റെ പേരായിരിക്കും വരിക. അപ്പോൾ എൻ്റെ ഭാഗത്തിൽ സന്തോഷമുള്ളവനും ആ ഒരു രീതി അവിടെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. സന്തോഷമുള്ളവളും നന്ദിയുള്ളവളുമാണ് എന്നുള്ള രീതിയിലോട്ട് മാറും. അപ്പം അത് നിങ്ങൾ കോമൺ സെൻസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി പറയാം. തേർഡ് പേഴ്സന്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ എൻ്റെയും ചിത്രയുടെയും ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. ക്ലിയർ ഇറ്റ്? ഇനി നിങ്ങളിത് ഒരു 5 മിനിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ ഇങ്ങനെ പറയുക. ഇതാദ്യം ബൈ ഹാർട്ട് ചെയ്യുക, എന്നിട്ട് കിടന്നുറങ്ങുക. ഇനി പ്ലസ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മോർണിംഗിൽ ഒരു സ്പെഷ്യൽ വിഷ്വലൈസേഷൻ ചെയ്യണം. ഈ ഒരു അഫർമേഷൻ മാത്രം ചെയ്താൽ പോരാ. രാവിലെ എണീറ്റു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ബെഡിൽ തന്നെ കിടക്കുക. നിവർന്ന് കിടന്ന് കണ്ണടച്ചിട്ട് ബോധപൂർവം നമ്മൾ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക, ആ വ്യക്തിയുമായിട്ട് നമ്മൾ ഡീപ്പായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിലാണ് എന്നുള്ള രീതിയിൽ. മീൻസ് അവരുമായിട്ട് നമ്മൾ ഇടപഴകുന്നതും സംസാരിക്കുന്നതും അടുത്തിരിക്കുന്നതും കൈ ചേർത്ത് പിടിക്കുന്നതും ഒന്നിച്ചെവിടെയെങ്കിലും യാത്ര പോകുന്നതും ഇങ്ങനെയുള്ള വിഷ്വൽസ് ഈ നിമിഷം നടക്കുന്നതായിട്ട് തന്നെ മനസ്സിൽ ഇങ്ങനെ മാക്സിമം ഫീൽ ചെയ്തിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നന്നായിട്ട് കൂടുന്നത്. ആ വിഷ്വലൈസേഷൻ പ്രോസസ്സിൽ ആ തേർഡ് പേഴ്സണെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ മാത്രം വിഷ്വലൈസേഷൻ ചെയ്യാം. അത് പ്രോപ്പറായിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് മോർണിംഗിലും ചെയ്യാം. നൈറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, തേർഡ് പേഴ്സൺ ഒഴിവായി പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അഫർമേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 പ്രോസസ്സും നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 3 വീക്സ് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള റിസൾട്ട് കിട്ടും. ആ തേർഡ് പേഴ്സൻ്റെ ശല്യം ഉണ്ടാവില്ല. അവരുമായിട്ട് ഇൻ കേസ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ കൂടി അവരുടെ കൂടെ പോകുന്നോ അല്ലെങ്കിൽ അവരിലോട്ട് കൂടുതൽ ചായ്വ് വരുന്നോ, അവരെ സ്നേഹിക്കുന്നോ, നിങ്ങൾ ഇട്ടേച്ച് പോകുന്നുള്ള സംശയമൊന്നും വേണ്ട. അതൊന്നും മാനിഫെസ്റ്റ് ആവത്തില്ല. നിങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തേ ഉള്ളൂ. ഓക്കെ, ഇൻ കേസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പ്രപ്പോസ് ചെയ്താൽ പോലും നോ പറയും. നിങ്ങളെയാണ് കൂടുതൽ ഇഷ്ടം, എനിക്ക് നിങ്ങളെ മതി എന്നുള്ള രീതിയിൽ തന്നെ എന്തു ചെയ്യും, അവർ ഒരു തീരുമാനം പറയും, ഡിസിഷൻ പറയും എന്നുള്ളതാണ്. യാതൊരു
കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. തേർഡ് പേഴ്സൺ പോയിരിക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ മാനിഫെസ്റ്റേഷൻ സീക്രട്ട് അറിയാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. പല ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യുന്നുണ്ട് പല ഏരിയാസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും പുതിയ ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇനി അതല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ കുറച്ചുകൂടി കൂടുതൽ ചേസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള നിലക്ക് എൻ്റെ ഒരു വീഡിയോസ് കാണുന്ന ഫോളോവർ എന്നുള്ള നിലക്ക് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ടൊരു പവർഫുൾ അഫർമേഷൻ കൂടി അയച്ചു തരാം. അത് നിങ്ങൾ ഈ 2 ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അഡീഷണലായിട്ട് ആ ഒരു അഫർമേഷനും കൂടി ആഡ് ചെയ്തിട്ട് മോർണിംഗിൽ ചെയ്യാം. അത് ചെയ്യുന്നത് വഴി ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കാണുന്ന അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ആ നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ഇട്ടോ, ചേസിങ് അഫർമേഷൻ ഫ്രീ ആയിട്ട് അയച്ചു തരാം. അപ്പോൾ അതുകൂടി ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരു ഡൗട്ടും വേണ്ട. തോട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാനും അത് മാക്സിമം ഫീൽ ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പറ്റും. വലിയ വലിയ ചേഞ്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അതെല്ലാ ഏരിയാസിലും, റിലേഷൻഷിപ്പ് മാത്രമല്ല എല്ലാ ഏരിയാസിലും. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷനെ കുറിച്ച് പഠിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴല്ലെങ്കിലും ഭാവിയിലോ എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 100% ഷുവർ. ചില ആളുകൾ ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങുന്ന സമയത്ത് പല രീതിയിലുള്ള സംശയങ്ങളായിരിക്കും. ഇത് വർക്കാണോ, ഇതിന് സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടോ, ഇങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് ഡെപ്തിൽ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റിയൽ ആണെന്നുള്ളത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് 100% വിശ്വാസം വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സുകൾ കാര്യങ്ങൾ വായിക്കാൻ നിങ്ങൾ റെഡി ആവണം. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് റിയൽ ആണ്, അത് വർക്കാവും എന്ന് നിങ്ങളുടെ ലൈഫിൽ എന്ന് മനസ്സിലാക്കുന്നോ, എന്ന് ആ തിരിച്ചറിവുണ്ടാകുന്നോ, അന്ന് മുതൽ നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾസ് സംഭവിച്ചുകൊണ്ടിരിക്കും. എല്ലാ ഏരിയാസിലും, ഒരു സംശയവുമില്ല. അപ്പം അങ്ങനെ ഒരു സക്സസ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ദ സീക്രട്ട്, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങാം, ഒരു ബേസിക് എന്നുള്ള രീതിയിൽ. പിന്നീട് നിങ്ങൾക്ക് റോണ്ട ബേൺ എഴുതിയിട്ടുള്ള ഒത്തിരി ബുക്സുകളുണ്ട്. ദ മാജിക് ഉണ്ട്, അതുപോലെ ഗ്രേറ്റസ്റ്റ് സീക്രട്ട് ഉണ്ട്, ഹീറോ എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാം. അതുകൂടാതെ ഇപ്പം നമുക്ക് ആമസോണിലൊക്കെ ധാരാളം ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സുകൾ അവൈലബിൾ ആണ്, ഒത്തിരി ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ ഭയങ്കര കട്ടിയുള്ള ലാംഗ്വേജ് ആയിരിക്കും ഇംഗ്ലീഷിൽ. അപ്പോൾ ഒന്നുകൂടിയും എനിക്ക് തോന്നുന്നത് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് റോണ്ട ബേണിൻ്റെ റൈറ്റിംഗ് ഭയങ്കര ഒരു ഈസി ആയിട്ടുള്ള ഒരു വൊക്കാബുലറി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള റൈറ്റിംഗ് ആണ് ഇംഗ്ലീഷ് ആണെങ്കിൽ. അപ്പോൾ അത് ഒന്നുകൂടി ഞാൻ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുകയാണ്. പറ്റാവുന്ന ആളുകൾ റോണ്ട ബേണിൻ്റെ ബുക്സുകളൊക്കെ വായിക്കുന്നത് നല്ലതാണ്. എല്ലാ ബുക്സും ഒന്നിനൊന്ന് മെച്ചമാണ്. നമ്മളെ ഡെയിലി മോട്ടിവേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബുക്സുകളാണ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ വായിക്കുക. മലയാളവും ഇംഗ്ലീഷൊക്കെ ലീഡിങ് ബുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ്. PDF ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ മെസ്സേജ് അയച്ചാൽ മതി. അവൈലബിൾ ആയിട്ടുള്ള PDFs മലയാളവും ഇംഗ്ലീഷും നമ്മൾ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ അത് വായിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. അല്ലാത്തവർ ലീഡിങ് ബുക്ക് സ്റ്റോറിൽ പോയിട്ട് ബുക്ക് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ വായിക്കുക. ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഞാൻ ഗ്യാരണ്ടി. എൻ്റെ ലൈഫിലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് ആളുകളുടെ ലൈഫിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാനിഫെസ്റ്റേഷൻ വലിയൊരു സീക്രട്ടാണ്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.